ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾക്ക് കാവൽ നിൽക്കാൻ പുതിയൊരു കരുത്തൻ കൂടി എത്തുകയാണ്. കടലിലെ കരുത്തൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരഗിരി. കേൾക്കുമ്പോൾ വെറും ഒരു യുദ്ധക്കപ്പൽ എന്ന് തോന്നാമെങ്കിലും ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പുതിയൊരു അധ്യായമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾക്കായി കൈനീട്ടിയിരുന്ന പഴയ കാലത്ത് നിന്ന് ലോകത്തിന് അത്ഭുതമാകുന്ന പടക്കപ്പലുകൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കുന്ന ഒരു പുത്തൻ ഇന്ത്യയാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ് താരഗിരി? നോക്കാം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പർവ്വതനിരയായ താരഗിരിയുടെ പേരാണ് ഈ കരുത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 70A എന്ന ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 4ാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണിത്. ലളിതമായി പറഞ്ഞാൽ അത്യാധുനിക ആയുധങ്ങളും റഡാറുകളിൽ പെടാത്ത സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്ന ഒരു സഞ്ചരിക്കുന്ന കോട്ടയാണിത്. മുംബൈയിലെ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് ഈ വിസ്മയം നിർമ്മിച്ചെടുത്തത്. താരഗിരിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ്. സാധാരണ യുദ്ധക്കപ്പലുകൾ ശത്രുക്കളുടെ റഡാറുകളിൽ പെട്ടെന്ന് തെളിയും. എന്നാൽ താരഗിരിയുടെ രൂപഘടനയും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹക്കൂട്ടുകളും റഡാർ തരംഗങ്ങളെ തിരിച്ചയക്കാതെ ആഗിരണം ചെയ്യാൻ ശേഷിയുള്ളതാണ്. അതായത് കടലിൽ ഈ കപ്പലുണ്ടെന്ന് ശത്രുക്കൾക്ക് പെട്ടെന്ന് കണ്ടെത്താനാവില്ല. ഒരു നിഴൽ പോലെ നീങ്ങി ശത്രുവിനെ അപ്രതീക്ഷിതമായി തകർക്കാൻ ഇതിന് സാധിക്കും. ഏകദേശം 6000 ടൺ ഭാരമുള്ള ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം സ്റ്റീൽ ഉപയോഗിച്ചാണ്. ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തതാണ് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുകയാണ്. ആയുധങ്ങളുടെ കാര്യത്തിൽ താരഗിരി ഒരു യഥാർത്ഥ പോരാളിയാണ്. ആകാശത്ത് നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളും കടലിലെ മറ്റ് ലക്ഷ്യങ്ങളെ തകർക്കാൻ സൂപ്പർ സോണിക് മിസൈലുകളും ഇതിലുണ്ട്. കൂടാതെ കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ശത്രു അന്തർവാഹിനികളെ തകർക്കാനുള്ള ആന്റി അന്തർവാഹിനി വാർഫെയർ സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. വേഗതയുടെ കാര്യത്തിലും താരഗിരി പിന്നിലല്ല. കോഡോക് എന്ന അത്യാധുനിക പ്രൊഫഷൻ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഗ്യാസ് ടർബൈനുകളും ഡീസൽ എഞ്ചിനുകളും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സംവിധാനം കപ്പലിന് അതിവേഗതയും ദീർഘദൂരം സഞ്ചരിക്കാനുള്ള കരുത്തും നൽകുന്നു. യുദ്ധം ചെയ്യാൻ മാത്രമല്ല, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ രക്ഷിക്കാനും മരുന്നും ഭക്ഷണവും എത്തിക്കാനും ഈ കപ്പൽ മുൻപന്തിയിലുണ്ടാകും. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കപ്പൽ. മുൻകാലങ്ങളിൽ ഇത്തരം യുദ്ധക്കപ്പലുകൾക്കായി നമ്മൾ റഷ്യയെയോ അമേരിക്കയോ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് താരഗിരിയുടെ 75% ഭാഗങ്ങളും ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ്. നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. ഇന്ത്യ വെറുമൊരു വിപണിയല്ല, മറിച്ച് ലോകത്തിന് വേണ്ടത് നിർമ്മിച്ചു നൽകാൻ ശേഷിയുള്ള കരുത്തുറ്റ രാഷ്ട്രമാണെന്ന് താരഗിരി തെളിയിക്കുകയാണ്. ഇന്ത്യ ഓരോ തവണ ആയുധക്കരുത്ത് വർദ്ധിപ്പിക്കുമ്പോഴും അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്ന ചോദ്യം ഇന്ത്യ എന്തിനാണ് ഇത്രയധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്നാണ്. ഇതിന് പിന്നിൽ വലിയൊരു ഭീതിയുണ്ട്. താരഗിരിയെ പോലുള്ള കപ്പലുകൾ കടലിൽ ഇറങ്ങുമ്പോൾ അത് പാക് സൈന്യത്തെ മാത്രമല്ല, അവരെ സഹായിക്കുന്ന ചൈനീസ് നീക്കങ്ങളെയും തടയാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഇന്ത്യയുടെ ലക്ഷ്യം ആരെയും ആക്രമിക്കലല്ല, മറിച്ച് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യാപാര പാതയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാധാനം ഉറപ്പാക്കുക എന്നതാണ്. സ്വന്തം വീട്ടിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് അയൽക്കാരെ ആക്രമിക്കാനല്ല, മറിച്ച് കള്ളന്മാരിൽ നിന്ന് വീടിനെ സംരക്ഷിക്കാനാണെന്ന ലളിതമായ സത്യം ഇവർ തിരിച്ചറിയുന്നില്ല. താരഗിരി ഉടൻ തന്നെ പൂർണ്ണ സജ്ജമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാവും. ഇത് കേവലം ഒരു കപ്പലല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സുരക്ഷയുടെ കാവൽക്കാരനാണ്. ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ സമുദ്രത്തിലെ ഈ കരുത്തൻ നമ്മുടെ സമാധാനത്തിന് കാവലിരിക്കും. കരുത്തുറ്റ ഒരു നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം ഓരോ ഭാരതീയനും ആവേശം നൽകുന്നതാണ്. കടലിൽ തിരമാലകളെ കീറി മുറിച്ച് താരഗിരി മുന്നേറുമ്പോൾ അത് പുതിയ ഇന്ത്യയുടെ കുതിപ്പിന്റെ അടയാളമായി മാറും. താരഗിരിയെ പോലെയുള്ളവ പടക്കപ്പലുകൾ കടലിന് മുകളിൽ കരുത്ത് കാണിക്കുമ്പോൾ കടലിനടിയിൽ ഇന്ത്യയുടെ കാവൽക്കാരനായി നിൽക്കുന്നത് നമ്മുടെ അന്തർവാഹിനികളാണ്. ശത്രുക്കൾ കാണാതെ, ശബ്ദം പോലും പുറത്തുവിടാതെ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടന്ന് നിരീക്ഷണം നടത്താനും ആവശ്യം വന്നാൽ മിന്നലാക്രമണം നടത്താനും ഇവയ്ക്ക് സാധിക്കും. ഭാരതത്തിന്റെ അന്തർവാഹിനി പടയിൽ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് അരിഹന്ത് ക്ലാസ്. ഇത് സാധാരണ അന്തർവാഹിനിയല്ല, മറിച്ച് ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ശത്രു രാജ്യങ്ങളെ നമ്മളെ ആക്രമിക്കാൻ മുതിർന്നാൽ കടലിനടിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇതിന് സാധിക്കുമെന്നതാണ്. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഈ ആണവ അന്തർവാഹിനികൾ നമ്മുടെ പ്രതിരോധ മേഖലയിലെ വിപ്ലവമാണ്.
ഇനി ഇത് കൂടാതെ ഫ്രഞ്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച കൽവാരി വിഭാഗത്തിൽപ്പെട്ട 6 അന്തർവാഹിനികളുമുണ്ട്. കൽവാരി, ഖണ്ഡേരി, ഖരഞ്ച്, വേല, വാഗീർ, ബക്ഷീർ എന്നിങ്ങനെയാണ് ഇവയുടെ പേരുകൾ. വളരെ നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഇവയെ സ്കോർപിൻ ക്ലാസ് എന്ന് വിളിക്കുന്നു. ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. കൂടാതെ റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള സിന്ധുഘോഷ് വിഭാഗവും ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള ശിശുമാർ വിഭാഗവും നമ്മുടെ നാവികസേനയുടെ ഭാഗമാണ്. പണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് അന്തർവാഹിനികൾ വാങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ വഴി ലോകത്തിലെ ഏറ്റവും മികച്ച അന്തർവാഹിനികൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ തൊഴിലാളികൾ നിർമ്മിക്കുന്നു. കടലിന് മുകളിൽ താരഗിരിയും കടലിനടിയിൽ അരിഹന്തും കൽവാരിയും കാവൽ നിൽക്കുമ്പോൾ ഭാരതത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണ്. ഈ ആയുധക്കരുത്ത് ആരെയും പേടിപ്പിക്കാനല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഇന്ന് ലോകം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ദീർഘവീക്ഷണമുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ ഇന്ത്യയെ ലോകത്തിന്റെ ആയുധപ്പുരയാക്കി മാറ്റാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു ചെറിയ വെടിയുണ്ട മുതൽ വലിയ യുദ്ധക്കപ്പലുകൾ വരെ വാങ്ങാൻ നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടായി. ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പദ്ധതിക്ക് പ്രതിരോധ മേഖലയിൽ അദ്ദേഹം വലിയ മുൻഗണന നൽകി. ഇതിന്റെ ഫലമായാണ് താരഗിരിയെ പോലെയുള്ള പടക്കപ്പലുകളും അരിഹന്ത് പോലെയുള്ള ആണവ അന്തർവാഹിനികളും നമ്മുടെ മണ്ണിൽ പിറവിയെടുത്തത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ വെറും ഒരു വാങ്ങൽക്കാരൻ എന്ന നിലയിൽ നിന്നും ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർത്തി. ഇന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. സൈനികരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിനായി അതിർത്തികളിൽ നേരിട്ടെത്തി അദ്ദേഹം അവർക്ക് നൽകുന്ന പിന്തുണയും ലോക ശ്രദ്ധ നേടിയതാണ്. കടൽ കടന്നുള്ള ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയത് അദ്ദേഹത്തിന്റെ ധീരമായ തീരുമാനങ്ങളാണ്. സാമ്പത്തികമായും സൈനികമായും ഇന്ത്യ ഒരു വിശ്വഗുരു സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. താരഗിരിയും INS വിക്രാന്തും പോലുള്ള നേട്ടങ്ങൾ ആധുനിക ഇന്ത്യയുടെ അടയാളങ്ങളാണ്. താരഗിരിയെ പോലുള്ള പടക്കപ്പലുകളും അരിഹന്ത് ക്ലാസിലെ അന്തർവാഹിനികളും വെറും ഒരു യുദ്ധസന്നാഹങ്ങൾ മാത്രമല്ല, മറിച്ച് അവ ആധുനിക ഭാരതത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ്. ലോകം മുഴുവൻ ഒരു കാലത്ത് അത്ഭുതത്തോടെ നോക്കി നിന്ന രാജ്യങ്ങൾ ഇന്ന് ഭാരതത്തിന്റെ ഈ വളർച്ചയെ ആദരവോടെയും അല്പം ഭയത്തോടെയും വീക്ഷിക്കുകയാണ്. വൻ ശക്തികൾക്ക് മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മുടെ എഞ്ചിനീയർമാരുടെ ബുദ്ധിശക്തിയിൽ വിരിയുമ്പോൾ അത് ഓരോ ഭാരതീയന്റെയും നെഞ്ചിടിപ്പായി മാറുകയാണ്. ഇത് വെറും ഒരു ഭരണനേട്ടമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷയിൽ നാം കൈവരിച്ച വലിയൊരു വിപ്ലവം തന്നെയാണ്. ആക്രമിക്കാനല്ല, മറിച്ച് ആരും നമ്മെ ആക്രമിക്കാൻ മുതിരാത്ത വിധം കരുത്തനാവുക എന്ന പൗരാണിക ഭാരതീയ തത്വം അദ്ദേഹം ആധുനിക കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾക്കായി കോടികൾ ഒഴുക്കിയിരുന്ന പഴയ ചരിത്രം നാം തിരുത്തിക്കുറിച്ചു. ഇന്ന് ഇന്ത്യ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, അത് ലോകത്തിന് നൽകാൻ പ്രാപ്തിയുള്ള ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. കടലിന്റെ ഉപരിതലത്തിൽ താരഗിരിയെ പോലുള്ള നിഴൽ പോരാളികളും കടലിനടിയിൽ നിശബ്ദരായി നീങ്ങുന്ന അന്തർവാഹിനികളും കാവൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ ഭദ്രമാണ്. അയൽരാജ്യങ്ങളുടെ ഭീതിയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളും ഇനിയും തുടർന്നേക്കാം. എന്നാൽ ഭാരതം ഇന്ന് മറുപടി നൽകുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് ഇത്തരം കരുത്തുറ്റ നിർമ്മിതികളിലൂടെയാണ്. സമുദ്രത്തിലെ ഏത് വലിയ തിരമാലയെയും കീറി മുറിച്ച് മുന്നേറാൻ താരഗിരി തയ്യാറെടുക്കുമ്പോൾ അത് പുതിയൊരു ഇന്ത്യയുടെ ഉദയമാണ് വിളംബരം ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേവലം വാർത്തകളല്ല, മറിച്ച് നമ്മുടെ രാജ്യം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ അടയാളങ്ങളാണ്. കടലിലെ ഈ കരുത്തന്മാർ നമ്മുടെ അതിർത്തികൾ കാക്കുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാം. ഭാരതം ഇന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷെ ആരെങ്കിലും ഞങ്ങളുടെ സമാധാനം തകർക്കാൻ വന്നാൽ അവർക്ക് തിരിച്ചടി നൽകാൻ ഞങ്ങൾ കടലിലും കരയിലും ആകാശത്തും ഒരുപോലെ സജ്ജമാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഭാരതത്തിന്റെ ഈ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.